ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേ 6 പ്രാക്ടീസാണ്. അപ്പോൾ ഇതുവരെയും ഉള്ള പ്രാക്ടീസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 1 തൊട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡേ 1 തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മണിക്ക് വേണ്ടിയാണ്. ഇന്ന് ഡേ 6ൽ നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി, അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മണി നമ്മളിലേക്ക് വരണമെങ്കിൽ, അതായത് നമ്മളിലേക്ക് മണി വരുന്നത് നമ്മുടെ നിലവിലുള്ള ജോലി, ബിസിനസ്, അതിലൂടെയെല്ലാമാണ്. നിങ്ങൾ ചില ആളുകളെയെല്ലാം കണ്ടിട്ടില്ലേ, തീരെ സാമ്പത്തികമില്ല, എന്നാൽ വലിയ വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉന്നത പദവിയിലെത്തിയിട്ടുണ്ട്. ബിസിനസ്സിൽ നല്ല ഉയർച്ചയുണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരും എവിടെയും എത്തിപ്പെട്ടാതെയും പോയിട്ടുണ്ട്. എന്നാൽ തീരെ സാമ്പത്തികമില്ലാത്തവർ അറിഞ്ഞോ അറിയാതെയോ അവർ ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. അവർ ചെയ്യുന്ന തൊഴിലിൽ നന്ദിയുള്ളവരായിരിക്കുന്നുമുണ്ട്. അവർ ഓരോ ദിവസവും അവരുടെ തൊഴിലിന് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ സക്സസ്സിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ദൈനംദിനം എന്തെല്ലാം ചെയ്യുന്നുവോ അതിനെല്ലാം അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ചെയ്യുക. ഈ നിമിഷത്തെ അങ്ങേയറ്റം എൻജോയ് ചെയ്യുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് അത് ആസ്വദിച്ച് കഴിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യവും അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അറിഞ്ഞ് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ജോബിനെ ആകർഷിക്കാൻ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ സ്നേഹിക്കുക. ആ ജോലി വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യുക. നമ്മൾ നമ്മുടെ ജോലിയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഉയർച്ചയും സമൃദ്ധിയും നമ്മൾക്കുണ്ടാകുമെന്നുള്ളതാണ്. നമുക്കുള്ള ജോലിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുമ്പോഴാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അളവ് അവിടെ കുറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടുന്നതും കുറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനോടും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, നിങ്ങളുടെ ഷോപ്പിൽ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, ഇവർക്കെല്ലാം തന്നെ നിങ്ങൾ നന്ദി പറയണം. കാരണം അവരൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നല്ലൊരു ലെവലിലേക്ക് ഉയരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ നിലവിലുള്ള സ്റ്റാഫിനും ക്ലയൻസിനോടും നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് താഴോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഇനി ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനെല്ലാം തന്നെ നന്ദി പറയുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി പറയുക. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയുക. നമ്മുടെ തൊഴിലിന് നന്ദി പറയുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. എല്ലാവരും പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോയും കാണുന്നതിന് ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുകയാണ്. എൻ്റെ ഹൃദയത്തിൽ തട്ടി നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ഡേ 7 പ്രാക്ടീസുമായിട്ട് വരാം. ബൈ.